Welcome students. ഇന്ന് question number 2 ആണ് നമുക്ക് നോക്കേണ്ടത്. Following is the summarized balance sheet of Boom Boom Limited as at 31st March 2011. Capital, authorized capital is given there, 50,000 equity shares of 10 each, 10,000 preference shares of 100 each, 8% redeemable. Okay. Then issued and subscribed capital is also given. Preference shares fully paid upon nokko ade. Equity shares എത്രയെണ്ണം ഉണ്ട്? 30,000 ഉണ്ട്. Securities premium ഉണ്ട്, general reserve ഉണ്ട്, P&L account ഉണ്ട്, debentures ഉണ്ട്, trade payables ഉണ്ട്. In annual general meeting held on 20th June 2011, company passed the following resolution. 1. To split equity shares of 10 each into 5 equity shares of rupees 2 each from 1st July. അതായത് നമ്മൾ അഡ്വാൻസ്ഡ് അക്കൗണ്ടൻസിയിൽ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കൺസോളിഡേഷൻ ആൻഡ് സബ്ഡിവിഷൻ ഓഫ് ഷെയർസ്, സ്പ്ലിറ്റ് ഓഫ് ഷെയർസ്. ഷെയർ സ്പ്ലിറ്റ് ചെയ്യുക. 10 രൂപ വാല്യുള്ള ഷെയർ, ഒരു ഷെയർ 2 രൂപ വാല്യൂ ഉള്ള ഷെയർ ആക്കി മാറ്റുമ്പോൾ എത്ര ഇക്വിറ്റി ഷെയർ ആവും? 10 രൂപ വാല്യൂ ഉള്ള ഒരു ഷെയർ 2 രൂപ വാല്യൂ ഉള്ള ഷെയർ ആക്കി മാറ്റുമ്പോൾ എത്ര ഇക്വിറ്റി ഷെയർ ആവും? 5 ഇക്വിറ്റി ഷെയർ ആവും. ഇതിന് പറയുന്ന പേരാണ് സബ്ഡിവിഷൻ ഓഫ് ഷെയർസ്. നമ്പർ ഓഫ് ഷെയർസ് ഈസ് ഇൻക്രീസ്ഡ് ബൈ റെഡ്യൂസിംഗ് ദ ഡിനോമിനേഷൻ ഓഫ് ഷെയർസ്. നമ്പർ ഓഫ് ഷെയർസ് ഇൻക്രീസ്ഡ് ബൈ റെഡ്യൂസിംഗ് ദ ഡിനോമിനേഷൻ ഓഫ് ഷെയർസ്. ഷെയറിന്റെ ഒരു ഡിനോമിനേഷൻ 10 ആയിരുന്നത് ഇപ്പൊ 2 രൂപയായി മാറി. സോ നമ്പർ ഓഫ് ഷെയർസ് 5 ആയി മാറി. അങ്ങനെ എത്ര ഇക്വിറ്റി ഷെയർസ് ഉണ്ട് ഇവിടെ? 30,000 ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. ടോട്ടൽ ക്യാപിറ്റൽ റിമെയിൻസ് സെയിം. 30,000 ഇക്വിറ്റി ഷെയർസ് ഇൻറ്റു 5 എത്ര വരും? 1,50,000 ഷെയർസ് വരും. സോ 1,50,000 ഷെയർസ് ഓഫ് rupees 2 ഈച്ച് ആയി മാറും. അതിന് എൻട്രി എഴുതുമ്പോൾ, സബ് ഡിവിഷൻ എൻട്രി എഴുതുമ്പോൾ ഷെയർ ക്യാപിറ്റൽ, ഇപ്പോൾ വിലയുള്ള ഷെയർ ക്യാപിറ്റലിന്റെ വാല്യൂ ബ്രാക്കറ്റിൽ കാണിച്ചേക്കണം. 10, എമൗണ്ട് സെയിം 3 lakh. To share capital ബ്രാക്കറ്റിൽ 2, എമൗണ്ട് 3 lakhs. നറേഷനിൽ കാണിക്കണം being subdivision of 30,000 shares of rupees 10 each into 1,50,000 shares of rupees 2 each. Shares of rupees 2 each. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ജേർണൽ എൻട്രി ആയിട്ട് വരിക. എൻട്രി എങ്ങനെ വരും? ഈക്വിറ്റി സ്പ്ലിറ്റ് ആണ്. എൻട്രി ഷെയർ ക്യാപിറ്റൽ ബ്രാക്കറ്റിൽ 10 to share capital bracketed 2, 3 lakhs, being subdivision of 30,000 equity shares into 1,50,000 shares of rupees 2 each. Second one is to redeem 8% preference shares at a premium of 5%. Value of preference share capital is 5 lakhs. So the second entry is preference share capital account debtor 5 lakhs. Premium on redemption 5%, 25,000 to preference shareholders account 5,25,000. This is the second entry. Then preference shareholders account debtor to bank, third entry. ഞാൻ പറയുന്ന ഓർഡറിൽ എൻട്രി എഴുതി വരിക. ഫസ്റ്റ് എൻട്രി ഷെയർ സ്പ്ലിറ്റിന്റെ, സെക്കൻഡ് എൻട്രി ക്യാപിറ്റൽ ഡ്യൂ ഫോർ റിഡംഷൻ 5,25,000. തേർഡ് എൻട്രി preference shareholders account debtor to bank 5,25,000. ഓക്കെ, ഇതിലേക്ക് ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് വെച്ച് എഴുതിക്കോണം. On 10th July, investments were sold for 5,50,000 and preference shares were redeemed എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുന്നതിന് മുമ്പ് ഇൻവെസ്റ്റ്മെന്റ് വിറ്റു. അപ്പോൾ ക്യാപിറ്റൽ ഡ്യൂ ആയി കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് വിൽക്കുന്ന എൻട്രി കൊണ്ട് എഴുതാം. ഇൻവെസ്റ്റ്മെന്റ് എത്ര രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വിറ്റത് നോക്കുക. Investment sold for 5,55,000. What is the value of investment? 4,90,000. That is sold at 5,55,000. That resulted a profit of 65,000. So the entry for selling investment
bank account debtor 5,55,000, to investment 4,90,000, write the cost price 4,90,000, to P&L account 65,000, being the investment sold at a profit. 65,000 രൂപയുടെ P&L അക്കൗണ്ടിലേക്ക് കയറും. ഓക്കെ, then അടുത്തത് preferential capital debtor, premium on redemption debtor to preferential shareholders, then preferential shareholders debtor to bank, then premium on redemption അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യാം. P&L account ബാലൻസ് ഇവിടെ ഉണ്ട്. P&L ബാലൻസ് ഉണ്ടെങ്കിൽ P&L അക്കൗണ്ടിൽ നിന്ന് എടുക്കണം. അപ്പോൾ എൻട്രി P&L account debtor to premium on redemption. അപ്പോൾ ഞാൻ 4 എൻട്രി പറഞ്ഞു. I will repeat that 4 entry. First one ബോർഡിലുണ്ട്. Equity share capital 3 lakhs bracketil 10 to equity share capital bracketil 2 3 lakhs being subdivision of shares. അടുത്ത എൻട്രി ഇൻവെസ്റ്റ്മെന്റ് വിൽക്കുന്ന എൻട്രി ബാങ്ക് അക്കൗണ്ട് debtor to investment to P&L account. Third entry redeemable preferential capital debtor 5 lakhs, premium on redemption debtor 25,000 to preferential holders 5,25,000. Next preferential holders debtor to bank 5,25,000. And the next P&L account debtor to premium on redemption 25,000, being premium provided out of profit. Being premium on redemption provided out of profit. Then ഇപ്പോൾ നമ്മുടെ പ്രിഫറൻസ് ഷെയർസിന്റെ റിഡംഷൻ കഴിഞ്ഞു. ഇനി എന്താ തേർഡ് പോയിന്റ്? ടു redeem 9% debentures by making offer to debenture holders to convert their holdings into equity shares of 10 per share or accept cash on redemption. There is an option to the debenture holders. Either they can convert into shares or they can accept cash. This is an option. എത്ര ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഈ ഓപ്ഷൻ അക്സെപ്റ്റ് ചെയ്തു, ക്യാഷ് ഓപ്ഷനോ ഷെയർ ഓപ്ഷനോ അക്സെപ്റ്റ് ചെയ്തു എന്ന് ക്വസ്റ്റ്യൻ പറയണമെങ്കിൽ നമുക്ക് എൻട്രി ഇടാൻ പറ്റുകയുള്ളൂ. To issue fully paid bonus shares in the ratio of 1 equity share for every 3 shares held on record date. On 10th July 2000 investments were sold and preference shares were redeemed. 40% debenture holders exercised their option to accept cash and their claims were settled on 1st August 2011. അപ്പോൾ 40% എന്ത് ഓപ്റ്റ് ചെയ്തു? ക്യാഷ് ഓപ്റ്റ് ചെയ്തു. Am I right? 60% എന്ത് ഓപ്റ്റ് ചെയ്തു? ഷെയർ ഓപ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ റൈറ്റ് എ നോട്ട് വാല്യൂ ഓഫ് ഡിബഞ്ചർ, ടോട്ടൽ വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, ടോട്ടൽ വാല്യൂ ഓഫ് വർക്കിംഗ് നോട്ട് ആയിട്ട് എഴുതിയാൽ നല്ല. ടോട്ടൽ വാല്യൂ ഓഫ് 9%, 9%, am I right? 9% debentures 2,50,000, 2,50,000. Okay, then calculate debenture interest up to 1st August. ഡിബഞ്ചർ ഇൻട്രസ്റ്റ്, ഡിബഞ്ചർ കൺവേർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതുവരെയുള്ള ഇൻട്രസ്റ്റ് കൂടെ കൊടുക്കണം. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 4 മാസത്തെ. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 2,50,000 into 9% into 4/12 എത്ര വരുമെന്ന് നോക്കുവോ? 2,50,000 into 9/12 into 9% into 4/12 7,500. ഇത് ക്യാഷ് ആയിട്ട് കൊടുക്കണം. then അടുത്ത ലൈനിൽ നമ്പർ ഓഫ് അല്ലെങ്കിൽ വാല്യൂ ഓഫ് debentures opted for cash 2,50,000 into 40%, that comes to 1 lakh. Then opted for shares 2,50,000 into 60%, that comes to 1,50,000. Am I right? 1,50,000. എത്ര രൂപ വിലയുള്ള ഷെയറാ? ഇഷ്യൂ പ്രൈസ് ഓഫ് ഷെയർസ് ക്വസ്റ്റ്യൻ നോക്കിയാൽ അറിയാം. ഇഷ്യൂ പ്രൈസ് ഓഫ് ഷെയർസ് is equal to ₹10. Therefore number of equity shares 1,50,000 divided by 10, that comes to 15,000 shares. Remember, ഇപ്പോൾ നമ്മുടെ ഷെയറിന്റെ വില 2 രൂപയേ ഉള്ളൂ.
പക്ഷെ നമ്മൾ 10 രൂപ വിലയുള്ള ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ 2 രൂപ പാർ വാല്യൂവിലും ബാക്കി 8 രൂപ സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്ക് കൂടെ പോകും കേട്ടോ. അപ്പൊ നമ്മുടെ എൻട്രി എങ്ങനെ വരും? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 15,000 into 10, 1,50,000. Sorry, debenture account debtor 1,50,000 to share capital 15,000 into 2, 30,000 to securities premium 15,000 into 8, 10 രൂപ വിലയുള്ളതിൽ 2 രൂപ പാർ വാല്യൂ കൺസോളിഡേറ്റ് സബ്ഡിവൈഡ് ചെയ്തപ്പോൾ ഷെയറിന്റെ വാല്യൂ 10 രൂപയിൽ നിന്ന് 2 രൂപയ്ക്ക് മാറ്റിയായിരുന്നു. ഇപ്പൊ at present the value per share is only 2, so the balance 8 is considered as securities premium. നമുക്ക് ഇനി ഡിബഞ്ചറിന്റെ എൻട്രിയിലേക്ക് വരാം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എൻട്രി എഴുതുമ്പോൾ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ 2 lakhs, ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ 2,50,000. Okay, debenture account debtor 2,50,000. Before going for the redemption of debenture, you have to write one more entry, that is nominal value of preference shares redeemed 2 lakh. Nominal value of preference shares redeemed 5 lakhs less fresh issue of shares nil. So redeemed out of profit 5 lakhs. That amount should be transferred to capital redemption reserve. ഇവിടെ ജനറൽ റിസർവ് ഇനഫ് ആയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ജനറൽ റിസർവിൽ CRRലേക്ക് മാറ്റാം. എൻട്രി ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു CRR. അപ്പൊ ആദ്യ 5 എൻട്രികൾ, ഫസ്റ്റ് ഷെയർ സ്പ്ലിറ്റിന്റെ, സെക്കൻഡ് സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റിന്റെ, തേർഡ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഡെറ്റർ, പ്രീമിയം ഓൺ റിഡംഷൻ ഡെറ്റർ ടു ബാങ്ക്, ഫോർത്ത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്, ഫിഫ്ത്ത് നോട്ട് എഴുതിയിട്ട് നോമിനൽ വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ redeemed 5 lakhs less fresh issue of shares nil, so redeemed out of profit 5 lakhs. Entry general reserve account debtor to capital redemption reserve 5 lakhs. Correct. Next 9% debentures account debtor 2,50,000. Interest on debentures account 2,50,000 ന്റെ 9% 4 മാസത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്തത് 7,500. To debenture holders 2,57,500. Okay, then to debenture holders account debtor 2,57,500 including interest. To cash opt ചെയ്യുന്നത് 1 lakhും 7,500 രൂപ ക്യാഷ് ആയിട്ട് കൊടുക്കും, ഇൻട്രസ്റ്റും കൂടി. അപ്പോൾ എത്ര വരും? ക്യാഷ് ടു ക്യാഷ് 1,07,500. So debenture holders account debtor 2,57,500 to cash 1,07,500 to equity share capital 30,000. Okay, ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ടു സെക്യൂരിറ്റീസ് പ്രീമിയം 1,20,000. ഓക്കെ, നൗ ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കുക. This is on 1st August. Company fixed 5th September as record date. Record date il endu sambhavichu? Bonus issue was concluded on 12th September. Bonus issue made after the redemption of, after the conversion of debentures into shares. So number of shares നമ്മുടെ എത്രയാ ഉള്ളത്? 1,50,000. Right or not? Number of equity shares 1,50,000. Equity shares issued for conversion, 15,000 shares. Am I right? So total number of shares 1,65,000 shares. 1,65,000 shares. Therefore bonus shares is equal to 1,65,000 into 1/3. Bonus shares is equal to 1,65,000 into 1/3. That comes to 55,000. ഇപ്പോൾ നിങ്ങളുടെ ഒരു ഷെയറിന്റെ വാല്യൂ എത്രയാ? Only 2. So value of bonus shares is equal to 55,000 into 2. That comes to 1,10,000. Am I right? ബോണസ് ഷെയർസ് ഏതിൽ നിന്ന് എടുത്ത് റീച്ച് ചെയ്യാം? ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് 5 lakhs കിടപ്പുണ്ട്, നമുക്ക് 1,10,000 മതി ബോണസ് ഇഷ്യൂവിന്. സോ യൂസ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. എൻട്രി ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്. Am I right? Then bonus to shareholders account debtor to equity share capital. How much? 1,10,000.
correct? Then P&L account debtor to debenture interest on debentures 7500 being interest on debentures closed into P&L account on September 30th, concluding date on September 30th, P&L account debtor to interest on debentures. So these are the entries to be passed for the redemption of preference shares and for the redemption of debentures and for the issue of bonus shares. So it's an important topic. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് പോകണമെങ്കിൽ ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ ഷെയർ ക്യാപിറ്റൽ, ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ സെയിം, ഇഷ്യൂഡ് ക്യാപിറ്റൽ എഴുതുമ്പോൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇനി ഇല്ല, റിഡീം. സോ ഓൺലി ഇക്വിറ്റി ഷെയർസ്. എത്ര ഷെയർ ഉള്ളത് നോക്കണം. 1,50,000 ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. 1,50,000 നേരത്തെ എത്ര ഇക്വിറ്റി ഷെയർ ആയിരുന്നു? 30,000. അത് എത്രയായി മാറി? 1,50,000 ഇക്വിറ്റി ഷെയർ ആയി മാറി. റൈറ്റ്. പിന്നെ 55,000 ബോണസ് ഷെയർസ് വരുന്നുണ്ട്. 55,000 ബോണസ് ഷെയർസ്. റൈറ്റ്. Then 15,000 കൺവേർട്ട് ചെയ്ത ഷെയർ വരുന്നുണ്ട്. ശരിയല്ലേ? അപ്പൊ 55,000 പ്ലസ് 1,50,000 പ്ലസ് 15,000 2,20,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹2 each 4,40,000. ഇതാണ് issued and subscribed capital. That comes to only 2,20,000. നമ്മുടെ authorized capital 2,50,000. So now at present also the total number of equity shares issued for conversion and bonus is below the limit of 2,50,000. So there is no need to amend the authorized capital. Correct? നിങ്ങൾ ഇത് എഴുതി കഴിഞ്ഞിട്ട് എഴുതണം of the above notes to council of the above 55,000 shares are issued as bonus shares. Of the above 55,000 shares are issued as bonus shares. Okay. അപ്പോൾ നോട്ട് 1 കഴിഞ്ഞു. ഇനി നോട്ട് 2ലേക്ക് പോകുമ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം ഓൾറെഡി ബാലൻസ് ഷീറ്റ് എത്ര കിടപ്പുണ്ട്? സെക്യൂരിറ്റീസ് പ്രീമിയം 6 ലക്ഷം ഉണ്ട്. അതിൽ നിന്നൊന്നും നിങ്ങൾ എടുത്തില്ല. ഫ്രഷ് ഇഷ്യൂ ചെയ്തപ്പോൾ നമുക്ക് 1,20,000 വീണ്ടും പ്രീമിയം ഓൺ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂഡ് വന്നായിരുന്നു. 15,000 ഷെയർ ഇഷ്യൂ ചെയ്ത് 8 രൂപ വെച്ച്. സോ സെക്യൂരിറ്റീസ് പ്രീമിയം കംസ് ടു 7,20,000. Then capital redemption reserve 5 lakh in the 1,10,000 പോയി. ജനറൽ റിസർവ് നമുക്ക് എത്രയാണ് ഉണ്ടായിരുന്നത്? 6,50,000. അതിൽ നിന്ന് നിങ്ങൾ 5 lakhs CRRലേക്ക് മാറ്റി. ബാക്കി എത്ര എഴുതേണ്ടത്? 1,50,000. ഓക്കെ, 1,50,000. Then P&L account 40,000 ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ ഇൻവെസ്റ്റ്മെന്റ് വിറ്റപ്പോൾ ഒരു 65,000 കൂടെ വന്നു. ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് 7,500, പ്രീമിയം ഓൺ റിഡംഷൻ 25,000, പ്രീമിയം ഓൺ റിഡംഷൻ 25,000 പ്രോഫിറ്റ് എന്നാണ് എടുത്തത്. അത് രണ്ടും മൈനസ് ചെയ്യണം. സോ P&L account 40,000, add profit on sale of investment, less interest on debentures, less premium on redemption. ബാക്കി ഔട്ടർ കോളത്തിൽ എഴുതി ടോട്ടൽ ചെയ്യണം. അപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റ് എഴുതാം. ഫസ്റ്റ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഏതൊക്കെ എഴുതും? ഷെയർ ക്യാപിറ്റൽ 1 not 1, റിസർവ്സ് ആൻഡ് സർപ്ലസ് not 2, then trade payables no change in it. ബാക്കി എല്ലാ അസറ്റ്സും പഴയപടി തന്നെ എഴുതുക. ക്യാഷ് ബാലൻസ് മാത്രം മാറും. ക്യാഷ് ബാലൻസിനും കൂടെ ഒരു നോട്ട്സ് ടു അക്കൗണ്ട്സ് എഴുതിയേക്കണം. ക്യാഷ് ബാലൻസ് ഒത്തിരി ഓൾറെഡി ബാലൻസ് ഷീറ്റ് ഉള്ളത് 2,80,000. ഇൻവെസ്റ്റ്മെന്റ് വിറ്റപ്പോൾ എത്ര കിട്ടി? 5,55,000. ഓക്കെ, ലെസ് പ്രിഫറൻസ് ഹോൾഡേഴ്സിന് എത്ര കൊടുത്തു? 5,25,000. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ക്യാഷ് ഓപ്ഷനും ഇൻട്രസ്റ്റും കൂടെ കൂട്ടി എത്ര എഴുതി? 1,07,500. ബാക്കി എത്ര വരുമോ അതാണ് ക്യാഷ് ബാലൻസ് 2,02,500. അപ്പോൾ നിലവിൽ ബാലൻസ് ഷീറ്റിലുള്ള ക്യാഷ് ബാലൻസിനോട് കൂടി ഇൻവെസ്റ്റ്മെന്റ് കിട്ടിയപ്പോൾ കിട്ടിയ പൈസ കൂട്ടി, അതിൽ നിന്ന് റിഡംഷൻ ഓഫ് ഡിബഞ്ചറും റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിന്റെയും ക്യാഷ് എമൗണ്ട് എത്രയാണോ ഇൻട്രസ്റ്റും കൂടെ കൂട്ടി എഴുതുക. ബാക്കി വരുന്നതായിരിക്കും ക്യാഷ് ബാലൻസ്. ഓക്കെ, അപ്പോൾ ഈ കണക്ക് ചെയ്ത് തീർത്തതിന് ശേഷം ഒരു ക്വസ്റ്റ്യനും കൂടി പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആയിട്ട് കിടപ്പുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 3. അതിനകത്ത് ഏറ്റവും ലാസ്റ്റ് ലൈനിൽ പറയുന്നു യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ നെസസറി ജേർണൽ എൻട്രീസ് ടു റെക്കോർഡ് റിഡംഷൻ ആൻഡ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. റിഡംഷന്റെയും ബോണസ് ഇഷ്യൂവിന്റെ എൻട്രി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യന്റെ അകത്ത് കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത് 31/3/2011. അതിനുശേഷം
31/3/2012 ഒരു വർഷം കഴിഞ്ഞുള്ള കാര്യമാണ് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. കമ്പനി made a net profit of 35,000 after providing 20,000 depreciation. അതായത് കമ്പനിക്ക് 35,000 രൂപ ലാഭം കിട്ടി ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ട്. അപ്പൊ നേരത്തെ ബാലൻസ് 18,500 ഉള്ളൂ, അതിന്റെ കൂടെ നിങ്ങൾക്ക് 35,000 കൂടെ ആഡ് ചെയ്യാം. പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുത്തു എന്ന് പറയുന്നുണ്ട്, പക്ഷേ ഞാൻ എൻട്രി എഴുതാൻ പറയുന്നില്ല. ഡിവിഡൻഡ് കൊടുത്താൽ എൻട്രി P&L അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക് എന്നാണ് എൻട്രി. എഴുതാൻ പറയാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കയറുന്നില്ല. കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി എല്ലാം സെയിം ആണെന്ന് പറയുന്നുണ്ട്, പഴയത് തന്നെയാണെന്ന് പറയുന്നുണ്ട്. കമ്പനി redeemed the preference shares at a premium of 10%. എത്രയാ preference share capital? 1 lakh. So the entry preference share capital debtor 1 lakh, premium on redemption 1,10,000 to preference shareholders 1,10,000. Okay, next നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വിറ്റിട്ട് കാര്യം പറയുന്നുണ്ടോ നോക്കണമെങ്കിൽ അത് ആദ്യമേ എഴുതാം. കമ്പനി issued bonus shares, അതവിടെ നിൽക്കട്ടെ. Investments were sold at 90% of cost. So you have to write first entry for that. Value of investment given in your balance sheet is only 1 lakh. It is sold 90% of the cost. That means it is sold for 90,000. That resulted in a loss of 10,000. So the first entry, bank account debtor 90,000, P&L account debtor 10,000 to investment 1 lakh, being the investment sold for realizing the cash. Correct? The second entry, preference share capital debtor 1 lakh, premium on redemption debtor 10,000 to preference shareholders 1,10,000. Correct? Then the third entry, P&L account debtor to premium on redemption 10,000. P&L account debtor to premium on redemption 10,000. It is always better to use profit if it is sufficient. Otherwise only that general reserve can be utilized. That is the strict rule followed by the company law. So use P&L account, not reserve. P&L account debtor to preferential premium on redemption of preferential holders 10,000. And the next one, nominal value of preferential capital redeemed 1 lakh, less fresh issue of shares nil. Okay, so redeemed out of profit 1 lakh. So 1 lakh should be transferred to which account? Capital redemption reserve. Entry, general reserve account debtor to CRR 1 lakh. Correct? Next, preference shareholders account debtor to bank 1,10,000. Okay. Next, bonus share declare ചെയ്യാം. എത്രയാ bonus share പറഞ്ഞിരിക്കുന്നത്? Company issued bonus shares in the ratio of 1 share for every equity shares. So 1,10,000 into 1 by 1, number of bonus shares 10,000. Value of bonus shares 10,000 into 10, 1 lakh. It is used from CRR. CRR is also 1 lakh. So the entry, CRR account debtor to bonus to shareholders 1 lakh. Then bonus to shareholders account debtor to share capital 1 lakh. So these are the entries for the third question. About question number 2, question number 3 incompletive. Redemption of preference shares is a very important chapter. ഇതിന്റെ റൂൾ അനുസരിച്ച് പഠിച്ച് മനസ്സിലാക്കി ചെയ്താൽ പ്രിഫറൻസ് ഷെയർസിന്റെ റിഡംഷൻ എളുപ്പമാകും. ഞാൻ എല്ലാ റൂളും വെച്ചാണ് പഠിപ്പിച്ചിരിക്കുന്നത്. നന്നായി പഠിക്കുക, ഒന്നുകൂടി റിവൈസ് ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.